നമസ്കാരം. അല്ല, ഈ ഭരിക്കുന്നവരുടെ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ നാടിൻ്റെ ഗതി എന്താകും? ഒന്നുകിൽ തലയ്ക്ക് വെളിവ് വേണം, അല്ലെങ്കിൽ ചെയ്യുന്നത് തെറ്റാണ് എന്ന് തിരുത്തി കൊടുക്കാൻ ആരെങ്കിലും ഒക്കെ വേണം. ഇല്ലെങ്കിൽ എന്താണ് ഉണ്ടാകുന്നതെന്ന് കഴിഞ്ഞ 9.5 കൊല്ലത്തെ കേരളത്തിലെ ഭരണം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സംസ്ഥാനത്ത് ജയിൽ പുള്ളികളുടെ, അങ്ങനെ പറഞ്ഞാൽ പിണറായി സർക്കാർ എന്നെ പിടിച്ച് അകത്തിടുമോ എന്നറിയില്ല, ബഹുമാനിക്കണം, അതുകൊണ്ട് തടവു പുള്ളികൾ അങ്ങനെ വിളിക്കാം. ഈ തടവു പുള്ളികളുടെ ഒരു ദിവസത്തെ കൂലി പിണറായി സർക്കാർ 620 രൂപയായി ഉയർത്തിയ സന്തോഷ വാർത്ത എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. നമ്മൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ഒന്നാണ് മാസങ്ങളോളം ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ നടത്തിയ സമരം. അവർ സമരം നടത്തിയത് തുച്ഛമായിട്ടുള്ള ശമ്പള വർധനവിന് വേണ്ടിയിട്ടാണ്. പട്ടിണി കിടന്നും തലമുട്ടയടിച്ചും കരഞ്ഞും കാല് പിടിച്ചുമൊക്കെ ആ പാവം സ്ത്രീകൾ നടത്തിയ സമരം മനസാക്ഷിയുള്ള, അതിൽ പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒഴിച്ചു നിർത്താം, ബാക്കി കേരളത്തിലെ മനസാക്ഷിയുള്ള എല്ലാവരെയും കരയിച്ചതാണ്. ഇതെല്ലാം കണ്ടിട്ടും പിണറായി സർക്കാർ കുലുങ്ങിയതേയില്ല. എന്നാൽ ഇപ്പോൾ തടവു പുള്ളികൾക്ക് വേതനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. അതായത് ഓണറേറിയം ഉൾപ്പെടെ ആശാ വർക്കർമാർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ഒരു മാസം ഒരു ജയിൽ പുള്ളിക്ക് കിട്ടും. 9 മാസം മുൻപ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സർക്കാർ വേതനം വർദ്ധിപ്പിച്ചിരുന്നു. അവർക്ക് കിട്ടുന്നത് എത്ര രൂപയാണെന്നറിയാമോ? 369 രൂപ. അതായത് തടവു പുള്ളികൾക്ക് ഒരു ദിവസം കിട്ടുന്നതിനേക്കാൾ 251 രൂപ കുറവ്. ഇനി ആശാ വർക്കർമാർക്ക് 8000 രൂപ ഓണറേറിയം അടക്കം 12000 രൂപ കിട്ടിയാൽ പോലും ഈ ജയിൽ പുള്ളികളേക്കാൾ 220 രൂപ കുറവാണ്. പല മേഖലകളിലും സർക്കാർ മിനിമം വേതന നിരക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്, എന്നാൽ അതൊന്നും നടപ്പിലാക്കിയിട്ടില്ല. പ്രഖ്യാപിച്ച വേതന വർധനവ് നടപ്പിലാക്കാത്ത ഈ സർക്കാരാണ് ജയിൽ പുള്ളികൾക്ക് വേതനം കൂട്ടിയത് എന്നോർക്കണം. കയർ തൊഴിലാളികളുടെ മിനിമം വേതനം 468 രൂപയാണ്. അതായത് ജയിൽ പുള്ളികളേക്കാൾ 152 രൂപ കുറവ്. സുരക്ഷാ ജീവനക്കാരുടെ മിനിമം വേതനം 596 രൂപയാണ്. അതായത് ജയിൽ പുള്ളികളേക്കാൾ 24 രൂപ കുറവ്. കശുവണ്ടി തൊഴിലാളികളുടെ മിനിമം വേതനം 538 രൂപയാണ്. അതായത് ജയിൽ പുള്ളികളേക്കാൾ 82 രൂപ കുറവ്. പെട്രോൾ പമ്പിലെ ജീവനക്കാരുടെ മിനിമം വേതനം 458 രൂപയാണ്. അതായത് ജയിൽ പുള്ളികളേക്കാൾ 162 രൂപ കുറവ്. ഇവരുടെയൊന്നും വേതനം സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുമില്ല. മുൻപ് ജയിൽ പുള്ളികളുടെ വേതനം 230 രൂപയായിരുന്നു. ഇതിൽ നിന്ന് 120 രൂപ കൂടി വർദ്ധിപ്പിച്ച് 350 രൂപയാക്കാനായിരുന്നു ജയിൽ വകുപ്പ് ആഭ്യന്തര വകുപ്പിനോട് ശുപാർശ ചെയ്തത്. എന്നാൽ ആഭ്യന്തര വകുപ്പ് കൂടുതലൊന്നും നോക്കിയില്ല. ജയിൽ വകുപ്പ് ശുപാർശ ചെയ്തതിനേക്കാൾ 270 രൂപ കൂട്ടി 620 രൂപയാക്കി. ജയിൽ പുള്ളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം കൊടുക്കുന്ന സംസ്ഥാനമാക്കി കേരളത്തെ രാജ്യത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുകയാണ് അത്ര ലക്ഷ്യം. ഇനി മറ്റൊരു കാര്യം കൂടി, ഈ തൊഴിലുറപ്പ് തൊഴിലാളികളും ആശാ വർക്കർമാരുമൊക്കെ അവരുടെ ചികിത്സയും ഭക്ഷണവും എല്ലാം സ്വന്തം ചെലവിൽ വഹിക്കണം. എന്നാൽ തടവു പുള്ളികൾക്ക് അത് വേണ്ട, എല്ലാം സർക്കാർ വക, അതായത് നമ്മുടെ നികുതിപ്പണം. എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാർ ഉൾപ്പെടുന്ന പൊതുജനങ്ങൾ പണിയെടുത്ത് കിട്ടുന്ന കൂലിയിൽ നിന്നാണ് പലവിധ നികുതികളായും പിഴകളായും പിടിച്ചു പറിക്കുന്നത് സർക്കാർ. ആ പിടിച്ചു പറിക്കുന്ന പണമാണ് ജയിലിൽ കിടക്കുന്ന കള്ളനും കൊലപാതകയ്ക്കും സ്ത്രീപീഡകനും ശിശുപീഡകനും ഒക്കെ യഥേഷ്ടം കൂലിയായി കൊടുക്കുന്നത്. ജയിൽ പുള്ളിക്ക് കിട്ടുന്ന കൂലിയിൽ നിന്ന് 10 പൈസ ചിലവാകില്ല. ചിക്കനും മട്ടനും മീനും ഉൾപ്പെടെയുള്ള ഭക്ഷണം, ചികിത്സാ ചെലവ്, ഗൾഫുകാരൻ ലീവിന് വരുന്നത് പോലെ ഇടയ്ക്കിടെ പരോൾ. ഒരു തരത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. വർഗസ്നേഹം ഏതൊരാൾക്കും ഉണ്ടാകും, അത് പ്രകടിപ്പിച്ചു എന്നേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാം പ്രതിഫലം ജനങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഓങ്ങി വെച്ചിട്ടുണ്ട്, കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്.